ജയന്തി, രാമചന്ദ്രൻ എവിടെ? അത് രാമേട്ടൻ ഞാൻ പറഞ്ഞില്ലേ മാഡം, ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ടെന്ന്. അതിനായിട്ട് ഓടി നടക്കുക. നീ വിട്ടോ, വൈകുന്നേരം കാണാം. ശരി കേട്ടോ, വിട്ടോ. ശരി മക്കളെ. നമ്മുടെ സുകുമാരേട്ടന്റെ മോനാടി. ഞാൻ നടന്നു വരുന്ന കണ്ടപ്പം അവൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു. രാമചന്ദ്രൻ, പണത്തിന്റെ കാര്യത്തിന് പോയിട്ട് എന്തായി? ഓ, ഇവളിതും പറഞ്ഞ എവിടെ ഒരു കാര്യം ഒന്നും മനസ്സിലിരിക്കത്തില്ലെന്നേ. ആ, 50,000 രൂപയല്ലാതെ വേറെ കടങ്ങളുണ്ടോ? ആ, അധികമൊന്നുമില്ല. ചെറിയ ചെറിയ കൈവായ്പയൊക്കെ ഉള്ളു. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. അയ്യോ മാഡം, പായസം കുടിച്ചില്ല. കുടിക്കാം. ജയന്തി, നീ എന്തിനാ ഇതൊക്കെ പറയാൻ പോയേ? അത് ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടപ്പോ മാഡം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പോയതാ. ദേ മോള് കേട്ടോണ്ടിരിക്കുവല്ലേ. ഇത് കയ്യിൽ വെച്ചോളൂ. എന്തിനാ? നിങ്ങളുടെ വീടിന്റെ അവസ്ഥയൊക്കെ എനിക്കറിയാം. പൊളിഞ്ഞു വീടാറായി കിടക്കല്ലേ. ഇത് ഒരു 25 ലക്ഷം രൂപയുണ്ട്. ചെറിയ ചെറിയ കടങ്ങളൊക്കെ വീട്ടണം. എന്നിട്ട് വീടൊന്ന് നന്നായിട്ട് പുതുക്കി പണിയും. മാഡം, ഇത് ഞാൻ മുൻപേ എടുത്ത തീരുമാന. തരാൻ അല്പം വൈകിപ്പോയെന്നേ ഉള്ളൂ. രാമചന്ദ്രനെയും ജയന്തിയും എന്റെ കൂടപ്പിറപ്പുകളായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ, പിന്നെ മോളുടെ കല്യാണക്കാര്യമല്ലേ, അതെന്താന്ന് വെച്ചാ നമുക്ക് നോക്കാം. നല്ലൊരു പയ്യൻ വരട്ടെ. അവളുടെ വിവാഹം ആർഭാടമായിട്ട് നടത്താൻ നല്ലൊരു തുക ഞാൻ തന്നോളാം. മാഡം, ദൈവം വന്ന് മുന്നിൽ നിന്നാൽ പോലും ഞങ്ങളോട് ഇത്രയും കനിവ് കാണിക്കില്ല. ഈ ജന്മം ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ജന്മം ഞങ്ങൾ എന്തെങ്കിലും ഒരു പുണ്യം ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ എന്താ രാമചന്ദ്ര ഇത്? കരച്ചിലൊന്നും വേണ്ട. ആ, ഇനിയിപ്പോ ഐശ്വര്യമായിട്ട് നമുക്ക് പ്രസാദം കഴിക്കാം. ജയന്തി, നിങ്ങൾക്കുള്ളതും കൂടി എടുത്തിട്ട് വാ. ചെല്ലു ജയന്തി. അയ്യോ മാഡം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആണോ? എന്നാ 2 ഗ്ലാസും കൂടി എടുത്തിട്ട് വാ. നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. നീ എന്ത് നോക്കിക്കുന്നേ? പോയി എടുത്തിട്ട് വാ. ചെല്ലടി. മാഡം, മാഡത്തിന് ആരോ ശത്രുക്കളുണ്ട്. മോളെ ആരോ ഉപദ്രവിക്കുന്നെന്ന് മാഡം പറയുന്നുണ്ട്. പക്ഷേ നെഞ്ചത്ത് കൈവച്ചോണ്ട് ഞാൻ പറയാ മാഡം, കുന്നുമ്മേൽ ദേവി ഉള്ളിടത്തോളം കാലം ഒരാളും നിങ്ങളെ ഒന്നും ചെയ്യില്ല. എന്റെ ജയന്തി, നീ ഒന്ന് ശ്വാസം വിട്. വിഷമിക്കാതെ.
വഴിപാട് കഴിപ്പിച്ച ആളല്ലേ ആദ്യം കഴിക്കേണ്ടത്, അല്ലേ രാമചന്ദ്രൻ? അതെ അതെ അതെ. കഴിക്ക് ജയന്തി. അവളൊന്നും ചെയ്യണ്ട. ഈ നന്ദിയില്ലാത്ത മൃഗത്തിനെ വേറെ എന്താ ചെയ്യണ്ട മാഡം? കൊല്ലണ്ടേ ഇവളെ? വേണ്ട. ജയന്തി, നിന്റെ ഭാഗത്തുനിന്ന് ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്റെ അവസ്ഥയൊക്കെ അറിയുന്ന നീ. മേഡം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കേ. വേണ്ട, അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ.